സർ അതുപോലെ നമ്മൾ ഈ ഗ്ലോബൽ ട്രെൻഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 10 കൊല്ലം 15 കൊല്ലത്തിനിടയ്ക്കൊക്കെയാണ് ഈ ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റ് അങ്ങനത്തെ പല കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു വിഷൻ ഫോർവേഡ് ഒരു നെക്സ്റ്റ് ഒരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ സർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു സ്പേസ് സേവിങ് ഫർണിച്ചേഴ്സ് ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിക്ക് മാറിക്കൊണ്ടിരിക്കുക ഫർണിച്ചർ ഇൻഡസ്ട്രി മൊത്തം. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ പല മാറ്റങ്ങളും പല സമയങ്ങളിൽ അറ്റ്ലസ് കൊണ്ടുവന്നതാണ്. കാരണം നമുക്ക് സ്ഥിരതയില്ല. നമ്മൾ ഓരോ 6 months കൂടുമ്പോൾ ഞങ്ങളുടെ പ്രൊഫൈൽസും ഞങ്ങളുടെ വർക്കിംഗ് സ്റ്റൈലും എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിൽ ബെഡ് സോഫ ആക്കണം, കംഫർട്ടബിൾ ടൈപ്പ് അങ്ങനത്തെ ഫർണിച്ചേഴ്സാണ് ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ മാസമായിട്ട് ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ഇൻറ്റീരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിനിമലിസ്റ്റിക് ആണ്. കളർ തീംസ് സെലക്ട് ചെയ്യണം, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ പല രീതിയിലുള്ള ഗ്ലാസ് പാർട്ടീഷൻസും കാര്യങ്ങളും പല രീതിയിലുള്ള ട്രാൻസ്പെറൻറ്റും പല രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു മാറ്റം. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഇതുപോലത്തെ പല മാറ്റങ്ങളും അറ്റ്ലസ് കൊണ്ടുവരും.